ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നെതന്യാഹുവിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്കറിയാം ഇസ്രായേലിലെ മിലിറ്ററി കാഷ്വാലിറ്റീസ് എത്രയാണെന്നുള്ള ഡാറ്റാസ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ആർക്കും കൃത്യമായിട്ടുള്ള ഡാറ്റാസ് അറിയില്ല. എന്നാൽ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രസ് ഓഫീസ് ഡയറക്ടർ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തുവിട്ടുള്ളത്. ആ വീഡിയോ നമുക്ക് കാണാം. അതുപോലെ നായക്കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഇസ്രായേലി പട്ടികളുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയും കൂടി കാണാം. അതുപോലെ ഇസ്രായേലികൾക്ക്, അതായത് ഇസ്രായേലിലുള്ള ജൂതന്മാർക്ക് ഇസ്രായേലിലെ ഭരണം മതിയായി തോന്നുന്നു. കാരണം അവരുടെ, അതായത് ഇസ്രായേലി കൊടി എടുത്തിട്ട് നടു റോട്ടിലേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോസ് കാണാം. അതുപോലെ ലെബനനിൽ ഇവർ ചില ചെറ്റത്തരം കാണിക്കുന്നുണ്ട്. അതിന്റെ ചില വീഡിയോസും നമുക്ക് കാണാം. ആദ്യം തന്നെ സദേൺ ലെബനനിൽ പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഓടുന്ന ഇസ്രായേലി ആർമിന്റെ സോൾജേഴ്സിന്റെ വീഡിയോ കാണാം. ഇവരാണ് മോസ്റ്റ് മോറൽ സോൾജേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് നെതന്യാഹു അവകാശപ്പെടുന്ന ടീംസ് ആണ് ഈ കാണുന്നത്. അതായത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ ചില ആളുകൾ, അവരുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് നെതന്യാഹുവിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ പറയുന്ന വീഡിയോ ഒന്ന് കാണാം. איתך מה קורה? האמת לא משנה יותר, העובדות לא משנות יותר. בגלל זה, אגב אני לא תמיד הייתי כזה, אני הפכתי להיות כזה. אני מברבל פייק ניוז כתגובה להם, אני לא הייתי כזה, מינה אותי רק האמת, אבל זה לא מעניין אותי, כי הגעתי למסקנה שאנחנו צריכים להיות טראמפ. האנשים האלה לא מבינים בטוב, הם מבינים רק במלחמה, ואתם רוצים מלחמה ברשתות? אנחנו ניתן לכם מלחמה ברשתות. ഇയാൾ പറയുന്നത് ചുരുക്കി പറഞ്ഞു തരാം. ഇയാൾ പറയുന്നത് നമുക്ക് ട്രംപിനെ പോലെ ആവണം. അതായത് പരമാവധി കളവ് എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം എന്ന കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. നമുക്ക് ചില ഡാറ്റാസ് നോക്കാം, അപ്പോൾ തന്നെ മനസ്സിലാവും. അതായത് നാഷണൽ സെക്യൂരിറ്റി, ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റിയിൽ നിന്നും അതുപോലെ ഇസ്രായേലി മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ഡാറ്റാസ് ആണ്. അവർ പറയുന്നത് അയൺ സ്വാർഡ്സ് വാർ, അതുപോലെ ഓപ്പറേഷൻ അഗനിസ്റ്റ് ഇറാനിൽ നിന്നും IDFന്റെ കാഷ്വാലിറ്റി ഇൻക്രീസ് ടു 25,644, 25,644 ഉയർന്നിട്ടുണ്ട് എന്നാണ് IDFന്റെ കാഷ്വാലിറ്റിന്റെ ഇതാണ് കണക്കുകളാണ് അവർ പുറത്തുവിട്ടുള്ളത്. നമ്പർ ഓഫ് കാഷ്വാലിറ്റി ഫ്രം അതർ ഓപ്പറേഷൻ, മറ്റു ഓപ്പറേഷൻസിൽ നിന്നും ഏകദേശം 5,313 ആളുകളോളം റീച്ച് ആയിട്ടുണ്ട്. അതായത് കാഷ്വാലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മറ്റു ഓപ്പറേഷൻസിൽ നിന്നും. ഇത് ഇസ്രായേലിന്റെ മിലിറ്ററി കൊടുത്തിട്ടുള്ള ഡാറ്റാസ് ആണ്. ഓക്കെ, 25,644. എന്നാൽ ഗാസ മീഡിയ പറഞ്ഞുള്ളത് 20,000-ൽ കൂടുതൽ IDF പേഴ്സണൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്, കാഷ്വാലിറ്റീസ് ഉണ്ട്. അതുപോലെ അതിൽ കുറച്ചു പേർ എന്താ പറയാ സൂയിസൈഡ് ചെയ്തിട്ടായിട്ടുള്ള റിപ്പോർട്ടുകളും ഗാസ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഏകദേശം സിമിലർ ആണ്. അതായത് ഇവർ 25,000 പറയുന്നു, ഇവർ 20,000 പറഞ്ഞു. മോർ ദാൻ 20,000 ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നാഷണൽ കമ്മിറ്റി ഫോർ ദ പലസ്തീനിയൻ പീപ്പിൾ, അവരുടെ റിപ്പോർട്ട് പ്രകാരം അതായത് ഇസ്രായേലി മിലിറ്ററി അഡ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 78,000 സോൾജേഴ്സ് ഹാവ് ബീൻ വൂണ്ടഡ് ആൻഡ് ഡിസേബിൾഡ്. അതായത് ഇഞ്ചുറീസ് നടന്നിട്ടുള്ള സോൾജേഴ്സിന്റെ കണക്കാണ്. 78,000 IDF സോൾജേഴ്സിന് എന്താ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലി മിലിറ്ററി അഡ്മിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് നാഷണൽ കമ്മിറ്റിയാണ്. ഓക്കെ, അതുപോലെ അരഹാമ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് വേൾഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലി മിലിറ്ററി അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് 78,000 സോൾജേഴ്സ് എന്നാണ്. അതായത് സോൾജേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡാറ്റാസിലുള്ള ചേഞ്ചസ് ഉണ്ടല്ലേ, ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. അതായത് ഇതൊക്കെ ഇസ്രായേലി മിലിറ്ററി കൺഫേം ചെയ്തിട്ടുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ഈ പ്രസ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ള കാര്യവുമായിട്ട് ഇത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവും ഇവർ പറയുന്ന ഡാറ്റാസ് മുഴുവനും കള്ളത്തരാണ്. അതായത് ഇസ്രായേലികൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഒരിക്കലും പറയുന്നില്ല. ഇത് ഈ കണക്കുകൾ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും, അതായത് ഇപ്പോൾ ഇറാനിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 70-90% ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്, അതടക്കം ഈ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വേൾഡിലേക്ക് ഇവർ പടച്ചുവിടുന്ന ചില കള്ള ന്യൂസസ് ആണ്. അതായത് ഫാൾസ് ഇൻഫർമേഷൻ ഇവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പ്രസ് ഡയറക്ടർ ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവർ ഇതുപോലെ വ്യാജ വാർത്തകൾ മീഡിയാസിനും അതുപോലെ വേൾഡിനും മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇവരുടെ മിഷൻസ്, ഇവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അതുപോലെ ഇപ്പോൾ സദേൺ ലെബനനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ലിത്യാന റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, അതാണ് അവരുടെ ടാർഗറ്റ് സദേൺ ലെബനനിൽ.
അത് ഏകദേശം അവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് അവർ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ അവരുടെ മിലിറ്ററിനെ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചില വിഷ്വൽസ് കാണാം സദേൺ ലെബനനിലെ. കണ്ടില്ലേ, സദേൺ ലെബനനിൽ സമാധാനം ഉണ്ടാക്കാൻ പോയിട്ടുള്ള സോൾജേഴ്സ് ആണ്. അതായത് മോസ്റ്റ് മോറൽ ആർമി. അവിടുത്തെ വീടുകൾ, മറ്റു സ്ഥാപനങ്ങൾ, അതായത് ഷോപ്സ്, കാര്യങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? കത്തിക്കുന്നത് മാത്രമല്ല, ഇതിനു മുമ്പ് പൊളിച്ചടക്കുന്ന, അതായത് JCB ബുൾഡോസർ വെച്ചിട്ട് അടിച്ച് തകർക്കുന്ന വിഷ്വൽസ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ സാധനങ്ങളൊക്കെ, അതായത് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അതായത് ഹെസ്ബുള്ളന്റെ പേരും പറഞ്ഞിട്ട് വീടുകൾ അടിച്ചു തകർക്കുക, വീടുകൾക്ക് തീ കൊടുക്കുക, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അടിച്ചു പൊളിക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ദ മോസ്റ്റ് മോറൽ ആർമി ഇൻ ദ വേൾഡ് എന്നാണ് നെതന്യാഹു ഈ പറയുന്ന IDF-നെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അവരാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിലാരാണ്? നെതന്യാഹു. നെതന്യാഹുവിന്റെ ഉത്തരവില്ലാതെ ഇവരിങ്ങനെ ചെയ്യില്ല. ആ കാര്യങ്ങളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് സദേൺ ലെബനൻ അവർ പിന്നീട്, അതായത് ഒക്യുപ്പൈ ചെയ്യും അവസാനം. അതുപോലെ ഇവരുടെ ഒരു ഇൻഫിൽട്രേഷൻ, ഒരു നുഴഞ്ഞുകയറ്റം, അതൊന്ന് കാണാം. ഈ ദൃശ്യം വെസ്റ്റ് ബാങ്കിലെ കൽഖലിയ, അതായത് ആ നെയിമിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് വെസ്റ്റ് ബാങ്കിലാണ്. അവർക്ക് യാതൊരു റൈറ്റും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഏതോ ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ കയറിയിട്ടാണ് ഇവർ എന്ത് റൈറ്റാണ് ഇവർക്കുള്ളത്? ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞു കയറാറുണ്ട്. അതുപോലത്തെ പ്രവൃത്തിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ മോസ്റ്റ് മോറൽ ആർമി നുഴഞ്ഞു കയറി അവിടെ അടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഗാസ ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇപ്പുറം സദേൺ ലെബനാൻ ആണെങ്കിൽ അതും ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അവർക്ക് ടാർഗറ്റ് ഉണ്ട്. ഈജിപ്റ്റ് ഉണ്ട്, ഇറാഖ് ഉണ്ട്, സിറിയ ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും ഇവർക്ക് ഇനിയും ഒക്യുപ്പൈ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഇവർ ഇതുപോലുള്ള കളവ്, അതായത് ഫേക്ക് ന്യൂസസ് അടിച്ചു വിട്ടിട്ട് ഇതൊക്കെ പിടിച്ചെടുക്കാൻ നോക്കും. ഇതുപോലെ തന്നെയാണ് ഇറാന്റെയും അവസ്ഥ. ഇറാനും പിടിച്ചെടുക്കാൻ തന്നെയാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തിട്ട്, അതായത് ന്യൂക്ലിയർ അവിടെ ഇപ്പൊ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് 1990 മുതൽ തുടങ്ങിയതാണ്. 2026 ആയിട്ടും ഇതുവരെ അവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ സ്ഥിരമായിട്ട് നമ്മളെ നെതന്യാഹു വന്നിട്ട് പറയും 1990 മുതലേ ഇപ്പൊ ഉണ്ടാക്കും, 3 മാസം കൊണ്ട് ഉണ്ടാക്കും, 2 മാസം കൊണ്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് 2026 ആയി. ഇപ്പോഴും ന്യൂക്ലിയർ ആക്കിയിട്ടില്ല, അതായത് ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോഴും നെതന്യാഹു പറയുന്നത്. 90% 95% മറ്റേ ആയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള സീസ് ഫയറിലുള്ള യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ഉണ്ടാക്കി അടിച്ച് ആ സ്ഥലങ്ങളും കൂടി ഒക്യുപ്പൈ ചെയ്യാം എന്നായിരുന്നു ഇസ്രായേലിന്റെ ഉദ്ദേശം. പക്ഷേ അവർ അടിച്ച ആള് മാറിപ്പോയി. അവർ വിചാരിച്ചു എല്ലാവരും കൊണ്ടു നിൽക്കുന്ന പോലെ കൊണ്ടു നിൽക്കുമെന്ന്. പക്ഷേ ഇറാൻ അങ്ങനെ നിന്നില്ല. കിട്ടിയതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. കിട്ടിയതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടി ഒരു വകയായതാണ് സീസ് ഫയർ വേണമെന്നും പറഞ്ഞിട്ട് ട്രംപ് അണ്ണൻ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ സീസ് ഫയർ ആയി.
ഇപ്പോൾ പീസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ നമുക്കറിയാം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. സീസ് ഫയർ അവസാനിച്ചു. ഇനി എന്താണ് സംഭവിക്കുക? ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പീസ് ടോക്കിന്, അതായത് സെക്കൻഡ് റൗണ്ട് ടോക്കിന് നമ്മൾ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് ഇറാനിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. അതേസമയം US റെഡിയാണ്, US ഇസ്രായേലും റെഡിയാണ് പീസ് ടോക്കിന്. പക്ഷേ ഇറാൻ അത് ഇപ്പോൾ പ്ലാനിങ്ങിലില്ല എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് പോവാം. ഇസ്രായേലിലുള്ള ജൂതന്മാർക്ക് ഇസ്രായേലിലെ ഭരണം മതിയായി എന്നാണ് തോന്നുന്നത്. ഈ വീഡിയോ ഒന്ന് കാണാം. ഈ സംഭവം നടന്നിട്ടുള്ളത് ഇസ്രായേലിലെ ഒരു സിറ്റിയിലാണ്. അതായത് അവിടുത്തെ ജ്യൂസ്, 2 ജ്യൂസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇസ്രായേലിന്റെ കൊടി തൂക്കിയെടുത്ത് താഴേക്കിടുന്ന കണ്ടില്ലേ, അതിന് തന്നെ. അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? അവർക്ക് അറിയാം ഇവർ ചെയ്യുന്നത് തെറ്റാണ്. ഇവർ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇസ്രായേലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ചൊല്ലി ഇസ്രായേലിലുള്ള ഒരുപാട് ആളുകൾ പ്രൊട്ടസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് മുന്നോട്ടേക്ക്. നമുക്കറിയാം യുദ്ധം നടക്കുന്ന സമയത്ത്, ഇറാനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് പേർ പ്രൊട്ടസ്റ്റുമായിട്ട് നടന്നത്. അതുപോലെ പല ഭാഗത്തുള്ള, അതായത് ലോകത്തിലെ പല ഭാഗത്തുള്ള ഈ ജ്യൂസ് എന്താ പറയാ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെതിരെയായിട്ട്. അപ്പോൾ ജ്യൂസിന് തന്നെ, അവർക്ക് തന്നെ അറിയാം ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, തെറ്റായിട്ടുള്ള പ്രവൃത്തികളാണ് എന്നുള്ളത്. പിന്നെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്?